നടിയെ ആക്രമിച്ച കേസിൽ വിചാരണ കോടതിക്കും ജഡ്ജിക്കുമെതിരെ ഗുരുതര പരാമർശങ്ങളുമായി സർക്കാരിന് നിയമോപദേശം. മെമ്മറി കാർഡ് ചോർന്ന കേസിൽ സംശയനിഴലിലായതിനാൽ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ലെന്നാണ് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന്റെ നിയമോപദേശത്തിൽ പറയുന്നത്. ദിലീപിനെതിരെ സമർപ്പിച്ച ഗൗരവമേറിയ നിരവധി തെളിവുകൾ പക്ഷാപാതത്തോടെ തള്ളിയെന്ന നിയമോപദേശത്തിലുണ്ട്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്നും. നവമി, ഏറെ ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങളാണ് സർക്കാരിന് ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻ നൽകിയ നിയമോപദേശത്തിൽ പറയുന്നത്. അതായത് നടിയാക്രമണ കേസിൽ ഒരു സംശയനിഴലിലായ ജഡ്ജിയാണ് വിധി പറഞ്ഞത്. ആ ജഡ്ജിക്ക് വിധി പറയാൻ അവകാശമില്ല. മാത്രമല്ല, ദിലീപിനെതിരെ സമർപ്പിച്ച പല തെളിവുകളും, നിർണായകമായിട്ടുള്ള പല തെളിവുകളും തള്ളിക്കളഞ്ഞു. അത് മുഖവിലക്കെടുത്തില്ല, ഗൗരവത്തോടെ കണ്ടില്ല തുടങ്ങിയ വിമർശനങ്ങളൊക്കെ DGP നൽകിയ നിയമോപദേശത്തിലുണ്ട്. സ്വാഭാവികമായും നമുക്കറിയാം, തുടക്കം മുതൽ തന്നെ ഈ നടിയാക്രമണ കേസിൻ്റെ വിധിക്ക് പിന്നാലെ ഇത്തരം ആക്ഷേപങ്ങൾ ഉയർന്നു വന്നതാണ്. അത് ശരിവെക്കുന്ന രീതിയിലാണ് DGPയുടെ നിയമോപദേശം. അങ്ങനെയെങ്കിൽ ഇനി ഈ കേസുമായി ബന്ധപ്പെട്ട് ഈ നടിയാക്രമണ കേസിൽ എന്തായിരിക്കും സർക്കാരിൻ്റെ അടുത്ത നീക്കം എന്താണ് എന്ന് കൂടി അറിയേണ്ടതുണ്ട്. അതോടൊപ്പം എന്താണ് ഈ നിയമോപദേശത്തിൽ വ്യക്തമാക്കിയിരിക്കുന്നത്? എറണാകുളം സെഷൻസ് കോടതി ജഡ്ജി ഈ കേസിന്റെ വിചാരണ നടക്കുന്ന വേളയിൽ തന്നെ ജഡ്ജിക്കെതിരെ ഗുരുതരമായിട്ടുള്ള ആരോപണവുമായി അതിജീവിത രംഗത്തെത്തിയിരുന്നു. അതോടൊപ്പം തന്നെ അവർ മേൽക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ജഡ്ജിയെ മാറ്റണം, ജഡ്ജിയിൽ തനിക്ക് വിശ്വാസമില്ല, ഈ പലപ്പോഴും ഈ ജഡ്ജിയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന പെരുമാറ്റം കൃത്യമായിട്ട് തെളിവുകളടക്കം ഹാജരാക്കിയിട്ട് പോലും പ്രോസിക്യൂഷൻ, നമുക്കറിയാം 2 തവണയാണ് പ്രോസിക്യൂട്ടർ രാജിവെച്ചിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അവരെല്ലാം ഈ ജഡ്ജിക്കെതിരെ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. ഇതൊക്കെ സാഹചര്യം മുന്നിൽ നിന്നുകൊണ്ട് തന്നെയായിരുന്നു അതിജീവിതയും മേൽക്കോടതിയെ സമീപിച്ചത്. ഈ ജഡ്ജിക്കെതിരായിട്ട് ചില ആരോപണങ്ങൾ പറയുകയും അതിൽ അതൃപ്തിയുണ്ട്, നീതി ലഭിക്കില്ല എന്നൊക്കെ പറയുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ പിന്നീട് നമ്മൾ കണ്ടത് ആ ജഡ്ജിയെ മാറ്റുന്ന സാഹചര്യം ഉണ്ടായില്ല. ജഡ്ജി തന്നെ വിധി പറയുന്നു. ആ വിധിയിൽ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കി. അതായത് ദിലീപിനെതിരെ തെളിവുകളൊന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല എന്നായിരുന്നു ജഡ്ജി പറഞ്ഞത്. തുടക്കം മുതൽ തന്നെ വലിയ വിവാദം തന്നെയായിരുന്നു ഈ കേസുമായി ബന്ധപ്പെട്ട് ഉടനീളം നടന്നിരുന്നത്. വിചാരണ വേളയിലടക്കം ഇത്രയും വർഷം വിചാരണ നീണ്ടു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പോഴൊക്കെ ഈ അതിജീവിതയ്ക്കൊപ്പം നിൽക്കുന്നവരുമെല്ലാം ആവർത്തിച്ച് പറയുന്നത് നടൻ ദിലീപിനെ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് നീതിന്യായ വ്യവസ്ഥയിൽ നിന്നും ഒക്കെ സംഭവിക്കുന്നതെന്ന് പലതരത്തിലുള്ള വിമർശനങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. തങ്ങൾക്ക് നീതി ലഭിക്കില്ല എന്നുള്ള ഉറപ്പ് അവർക്കുണ്ടായിരുന്നു. അതിനുശേഷം വിധി വന്നതിന് ശേഷം നടിയും ഈ കാര്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട്, ഈ അതിജീവിതയും ഇതൊക്കെ ഉന്നയിച്ചുകൊണ്ട് ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഒക്കെ ഇട്ടത് നമ്മൾ ശ്രദ്ധിച്ചതാണ്. അതിനിടയിലാണ് സർക്കാർ അതിജീവിതയ്ക്കൊപ്പം തന്നെയാണ്. ഇതിൽ പിഴവുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഇതിൽ ഈ നടനെതിരായിട്ടുള്ള തെളിവുകൾ ഉണ്ടെങ്കിൽ അത് അതിജീവിതയ്ക്ക് നീതി ലഭിക്കുന്നതുവരെ ഒപ്പമുണ്ടാകും, പോരാടും, അപ്പീൽ നൽകുമെന്ന് സർക്കാർ നേരത്തെ തന്നെ അറിയിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഒരു നിയമോപദേശത്തിനായി സർക്കാർ കാത്തിരുന്നത്. ഇതിൽ ഈ വിധിപ്പകർപ്പ് വായിച്ചതിന് ശേഷം, അല്ലെങ്കിൽ വിധിപ്പകർപ്പ് പരിശോധിച്ച ശേഷം ഏതെങ്കിലും തരത്തിലുള്ള പിഴവുകൾ ഉണ്ടെങ്കിൽ അതുകൂടി പരിഗണിച്ച്, അല്ലെങ്കിൽ ആ പിഴവുകൾ നിരത്തിക്കൊണ്ടായിരിക്കും അപ്പീലിനായി മേൽക്കോടതിയെ സമീപിക്കുക എന്നതായിരുന്നു സർക്കാരിന്റെ നിലപാട്. അങ്ങനെ DGP നൽകിയ, അതായത് പ്രോസിക്യൂഷൻ നൽകിയ ഒരു റിപ്പോർട്ടിലാണ് ഈ കാര്യങ്ങൾ പ്രധാനമായും പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ നേരത്തെ തന്നെ മെമ്മറി കാർഡ് വിവാദവുമായി ബന്ധപ്പെട്ട് ആരോപണ വിധേയയായ ഒരാൾ കൂടിയായിരുന്നു ഈ വിധി പറഞ്ഞ ജഡ്ജി. ആ ജഡ്ജി തന്നെ ഈ കേസിൽ വിധി പറയുമ്പോൾ അതിലൊട്ടും തന്നെ സ്വീകാര്യമായിട്ടുള്ള, അല്ലെങ്കിൽ അവർക്ക് അങ്ങനെ വിധി പറയാനുള്ളൊരു അവകാശമില്ല എന്നാണ് നിയമോപദേശത്തിൽ പ്രധാനമായും പറയുന്നത്. അതോടൊപ്പം തന്നെ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരെ അംഗീകരിച്ച തെളിവുകൾ പോലും ദിലീപിനെതിരെ അംഗീകരിക്കാൻ തയ്യാറായില്ല. തെളിവ് നശിപ്പിക്കാൻ കൂട്ടുനിന്നു എന്ന് തെളിഞ്ഞ ദിലീപിന്റെ അഭിഭാഷകരെ തുടരാനായി അനുവദിക്കുകയും ചെയ്തു. പിന്നീട് അവരുടെ പ്രവൃത്തിയെ വലിയ രീതിയിൽ അഭിനന്ദിക്കുന്ന ഒരു കാര്യം കൂടി ഈ വിധിപ്പകർപ്പിൽ ജഡ്ജിയുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഈ
പ്രത്യേകിച്ച് ഈ 1 മുതൽ 6 വരെയുള്ള പ്രതികൾക്കെതിരായിട്ടുള്ള തെളിവുകൾ, അല്ലെങ്കിൽ ഒന്നാം പ്രതിയായിട്ടുള്ള പൾസർ സുനിയും നടൻ ദിലീപും അവരെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന തെളിവുകൾ പ്രധാനമായും ഉള്ളത് ഡിജിറ്റൽ തെളിവുകളാണ്. അതിൽ ഇവർ തമ്മിലുള്ള ഫോൺ സംഭാഷണം, പൾസർ സുനി ജയിലിൽ നിന്നും നടൻ ദിലീപിന് എഴുതിയ കത്ത്, ദിലീപിന്റെ സിനിമാ ലൊക്കേഷനുകളിൽ ഉണ്ടായ പൾസർ സുനിയുടെ സാന്നിധ്യം, ഒപ്പം ഈ പൾസർ സുനിയുടെ കത്തിൽ തന്നെ ഇത് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. പിന്നീട് ഇവരുടെ ഫോൺ സംഭാഷണം, ജയിലിലേക്ക് ദിലീപിന്റെ സുഹൃത്ത് വിളിച്ചത്, ഇതെല്ലാം തന്നെ, അതിനോടൊപ്പം ഈ ബാലേന്ദ്രകുമാറിന്റെ നിർണായകമായിട്ടുള്ള വെളിപ്പെടുത്തൽ, ഇതെല്ലാം തന്നെ ഉണ്ടായിട്ട് പോലും എന്തുകൊണ്ടാണ് ദിലീപിനെതിരായിട്ടുള്ള ഒരു തെളിവ് പോലും ലഭിച്ചില്ല എന്ന് ജഡ്ജി പറയുന്നത്. ഇതിനെ തന്നെ ഒരു ഏകപക്ഷീയമായിട്ടാണ് വിധി പറഞ്ഞത് എന്നുകൂടിയാണ് ഈ നിയമോപദേശത്തിൽ പ്രധാനമായും പറയുന്നത്. എന്തായാലും ഉടനെ തന്നെ 2 ആഴ്ചയ്ക്കുള്ളിൽ തന്നെ അപ്പീൽ നൽകാനാണ്. കേസിൽ 8ാം പ്രതിയായ ദിലീപിനെയും മറ്റുള്ളവരെയൊക്കെ, അതായത് മറ്റു പ്രതികളെ, മറ്റു 4 പ്രതികളെ വെറുതെ വിട്ടത് നിയമപരമായി നിലനിൽക്കില്ല എന്ന് നിയമോപദേശത്തിൽ പറയുന്നുണ്ട്. പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ തള്ളിക്കളഞ്ഞതിലുള്ള ന്യായം ദുർബലവും നീതിപൂർവവുമല്ല. പ്രോസിക്യൂഷൻ സമർപ്പിച്ച തെളിവുകൾ കോടതി കൈകാര്യം ചെയ്തത് തീർത്തും ശരിയല്ലാത്ത രീതിയിലായിരുന്നു എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ചൂണ്ടിക്കാണിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ കേസിലെ വിധിക്കെതിരെ, നടിയാക്രമണ കേസിലെ വിധിക്കെതിരെ അപ്പീൽ നൽകണമെന്ന നിർദ്ദേശമുണ്ട്. അതിവേഗത്തിൽ തന്നെ സർക്കാരിൻ്റെ ഭാഗത്ത് അത്തരം നടപടി ഉണ്ടാകുമോ? തീർച്ചയായും ടോം, സർക്കാർ ഇതിലൊരു കാലതാമസം കൊണ്ടുപോകാൻ, കാലതാമസത്തിലേക്ക് പോകില്ല. എത്രയും വേഗം ഇതിലൊരു അപ്പീൽ നൽകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ ഒരു ക്രിസ്മസ് വിരുന്നിൽ, മുഖ്യമന്ത്രിയുടെ ഒരു ക്രിസ്മസ് വിരുന്നിൽ അതിജീവിതയുമായി മുഖ്യമന്ത്രി സംസാരിച്ചതും, പിന്നീട് അതിജീവിതയ്ക്കൊപ്പമുള്ളവരോടും അല്ലെങ്കിൽ അതിജീവിതയോട് മുഖ്യമന്ത്രി പറഞ്ഞതുപോലും സർക്കാർ ഒപ്പമുണ്ട്, വിഷമിക്കേണ്ട എന്ന് പറഞ്ഞതൊക്കെ നമ്മൾ പിന്നീട് അത് കേട്ടതുമാണ്, റിപ്പോർട്ട് ചെയ്തതുമാണ്. സർക്കാർ എന്തായാലും അതിജീവിതയ്ക്കൊപ്പം തന്നെ നിൽക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഈ കേസിൽ ഈ നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ നടപടിക്കെതിരെ അത് കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ടെന്ന് പ്രോസിക്യൂഷൻ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇതിനുശേഷം മാധ്യമങ്ങളെ കണ്ടപ്പോഴും പ്രോസിക്യൂഷൻ ഇത് തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞത്. അതിജീവിതയുടെ അഭിഭാഷകയും ഇത് പറയുന്നുണ്ടായിരുന്നു. കൃത്യമായിട്ടുള്ള തെളിവുകൾ അത് മേൽക്കോടതിയെ സമീപിക്കാനാണ്, മേൽക്കോടതിയിൽ സമർപ്പിക്കാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ വന്ന വിധി അത് നടൻ ദിലീപിനെ കുറ്റവിമുക്തനാക്കിയ നടപടി ശരിയായിട്ടില്ല. ദിലീപിനെതിരായിട്ടുള്ള കൃത്യമായിട്ടുള്ള തെളിവുണ്ട്. ഗൂഢാലോചന കുറ്റം നിലനിൽക്കുന്നതാണ് ദിലീപിനെതിരെ എന്ന വാദത്തിൽ തന്നെയാണ് പ്രോസിക്യൂഷനും ഒപ്പം അന്വേഷണ സംഘവും ഉറച്ചു നിൽക്കുന്നത്. സർക്കാർ ആ നിലപാടുമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒപ്പം വിധിയിലെ സാങ്കേതിക പിഴവും നിയമപരമായിട്ടുള്ള പിഴവും അപ്പീലിൽ ചൂണ്ടിക്കാട്ടും എന്നുകൂടി പറയുന്നുണ്ട്. അപ്പീലിൽ അതൊക്കെ പരിഹരിച്ചുകൊണ്ട് തന്നെയായിരിക്കും മേൽക്കോടതിയെ സമീപിക്കുക, തുടർ നടപടികളിലേക്ക് കടക്കുക എന്നാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. എന്തായാലും ഈ നിയമോപദേശത്തിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാരിന്റെ അടുത്ത നീക്കം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വിധി പറഞ്ഞ ജഡ്ജിക്കെതിരായിട്ടുള്ള ഗുരുതരമായിട്ടുള്ള പരാമർശങ്ങൾ തന്നെയാണ് നിയമോപദേശത്തിലും സർക്കാരിന് ലഭിച്ചത്. തീർച്ചയായും നമുക്കറിയാം നവമി, ഈ കേസിൽ വിധി വന്ന ശേഷം, അതായത് ദിലീപിനെ ഉൾപ്പെടെയുള്ള പ്രതികളെ വെറുതെ വിട്ട ശേഷം ചില അഭിഭാഷകർ ഉൾപ്പെടെ കോടതിക്ക് മുന്നിൽ പൊട്ടിത്തെറിച്ചിരുന്നു.